അപ്പോൾ നമുക്കിന്ന് വരണ്ട റേസിൻ്റെ RRB റെയിൽവേൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് അൺബോക്സ് ചെയ്യാം. അപ്പം ഇത് കയ്യിൽ കിട്ടിയ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാനിത് അൺബോക്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ബുക്സിനെ പറ്റി നോക്കാം. ഫസ്റ്റ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ പാർട്ട് 1 ബുക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ 4 ബുക്ക് വരുന്നുണ്ട്. അടുത്ത ബുക്ക് വരുന്നത് അരിത്തമെറ്റിക് ആണ്. അതിൻ്റെ തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ 3 ബുക്സ് വരുന്നുണ്ട്. അടുത്ത ബുക്ക് വരുന്നത് വേർബൽ റീസണിങ്ങിൻ്റെ ആണ്. അത് 2 ബുക്കുണ്ട് വേർബൽ റീസണിങ്ങിൻ്റെ വരുന്നത്. പിന്നെ ഇത് കൂടാതെ വരുന്ന ബുക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫിസിക്സ് ആണ്, പിന്നെ പോളിറ്റി ബുക്ക് വരുന്നുണ്ട്, പിന്നെ ഹിസ്റ്ററി, അതുപോലെ തന്നെ അടുത്ത് വരുന്നത് കെമിസ്ട്രി, എക്കണോമിക്സ്, ബയോളജി, ജിയോഗ്രഫി. അപ്പം ഇതിലൊക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വളരെ ഹെൽപ്ഫുള്ളാണ്. അതിനുശേഷം വരുന്നത് NCERTയുടെ സയൻസ് ബുക്ക് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് വരുന്നുണ്ട്. പിന്നെ NCERTയുടെ തന്നെ സോഷ്യൽ ബുക്ക് 1, സോഷ്യൽ ബുക്ക് 2. പിന്നെ വരുന്നത് ആപ്റ്റിറ്റ്യൂഡിൻ്റെ തന്നെ 2 ബുക്കുണ്ട്. പിന്നെ ജനറൽ സയൻസ്, നോൺ വെർബൽ റീസണിങ്, പിന്നെ ജനറൽ സ്റ്റഡീസിൻ്റെ 2 ബുക്ക് വരുന്നുണ്ട്. പിന്നെയും നോൺ വെർബൽ റീസണിങ്ങിൻ്റെ ഒരു ബുക്ക് വരുന്നുണ്ട്. ജനറൽ സയൻസ് അഗെയിൻ. ഇതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ബുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഒരു GK ബുക്കുണ്ട്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ബുക്സ് എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഓരോ സംഭവങ്ങളെ പറ്റിയൊക്കെ ഇത് നല്ല പോലെ തന്നെ പറയുന്നുമുണ്ട്.